ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, വെക്കേഷനായിട്ടും പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോയമ്പത്തൂരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ഫാൻസി ഐറ്റംസും അതുപോലെ ഒരുപാട് നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് അങ്ങനെ തിങ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസ് അതാണ് ഞങ്ങൾ ആദ്യം മേടിച്ചത്. അതാണ് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഒരു ക്ലിപ്പാണ്. അതെ, കണ്ടില്ലേ, ഈ ക്ലിപ്സാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഒരു 50-40 റുപ്പീസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അവിടെ ഇതിനൊരു 80 റുപ്പീസൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഫുൾ പാക്കിനാണ്. നമ്മുടെ ഇവിടെ ഒന്നിനാണ് അത്ര റേറ്റ് വരുന്നത്, പക്ഷെ അവിടെ ഭയങ്കര കുറവുണ്ടാകും കേട്ടോ. ഈ ഒരു ഫുൾ പാക്കിനായിട്ട് ഇത്രയാണ്. നോക്കിയേ, ഇതിൽ 6 കളേഴ്സാണുള്ളത്. ഓരോന്നിനും അങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം വീതമാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഒരു സെറ്റാണ്. ഇതൊരു സെറ്റ് എന്ന് പറയുമ്പോൾ കണ്ടോ, രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇതുപോലത്തെ 2 ലിപ്സ് ഉണ്ട്. ഒരു ഭാഗം ഇതുപോലെ വൈറ്റ് കളർ, അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ടും. അങ്ങനെ ഇതിൽ 6 കളേഴ്സ് വരുന്നുണ്ട്. പിങ്ക്, ബ്ലൂ, പിന്നെ ഗ്രീൻ, അതുപോലെ യെല്ലോ ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ക്ലിപ്സൊക്കെ ഒരുപാട് കിട്ടിയല്ലോ. നല്ല രസമുള്ള സാധനമാണ്. ഭയങ്കര എസ്തെറ്റിക് ഒക്കെ ആയിട്ടുള്ള ആണ്. ഇനി അടുത്ത സാധനം എടുത്ത് കാണിച്ചു തരാം. അടുത്തത് സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് ഞാൻ കുറച്ച് ബൺസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വൈറ്റ് ഒരു സെറ്റ് ഇതുപോലെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെഡ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ റെഡ് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ റെഡ് വരുന്ന വേറൊരു പാക്ക്, ഇതിനകത്ത് റെഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് മൊത്തമായിട്ട് മേടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിന് 30 റുപ്പീസൊക്കെ ആയിട്ടാണ് വരുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബൺസൊക്കെയാണ് ഇത്. കണ്ടോ, നമ്മൾ അടുത്ത സാധനം കാണിച്ചത്. ഇനി അടുത്തത് ഇതുപോലത്തെ സ്ലൈഡാണ്. ഞങ്ങൾ എവിടെ പോയാലും മേടിക്കുന്ന സാധനം സ്ലൈഡാണ്. ബിക്കോസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കും. അത് കളയുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു ബോർഡ് മേടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബോർഡും കൂടി ഞങ്ങൾ 2 ബോർഡായിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇങ്ങനെ ഏതൊരു ഫാൻസിയിൽ കയറിയാലും ക്ലിപ്പ് മേടിക്കുന്നത്. അപ്പം ഈ ഒരു ബോർഡ് ഞങ്ങൾ ഇപ്പോൾ എടുത്ത്, ഞാൻ പറഞ്ഞില്ല സ്ഥിരമായിട്ട് മേടിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ എടുത്ത് ഞങ്ങൾ ഫാൻസിൽ കയറിയിട്ട് നമ്മളിവിടെ തന്നെ ഫാൻസിൽ കയറിയിട്ട് ഈ ഒരു ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 60 റുപ്പീസായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് മേടിച്ചപ്പം നമുക്ക് ആകെ 10 റുപ്പീസ്, ഒരു ബോർഡിന് 10 റുപ്പീസ് പറഞ്ഞുള്ളൂ. ഇവിടെ നിന്ന് ഒരു ബോർഡിന് 60 റുപ്പീസാണ്. നല്ലതാണ്, എല്ലാം നല്ല സാധനങ്ങളാണ്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ എന്തെങ്കിലും ചെയ്യുമ്പം നമ്മുടെ കയ്യിൽ വെക്കാനൊക്കെ പറ്റുന്ന കുറച്ച് ഇതുപോലെ മിനി ആയിട്ടുള്ള ചീർപ്പുകളാണ്. ഇത് കോമ്പുകളാണ്. ഇതിൽ കണ്ടോ, 6 കളർ വരുന്നുണ്ട്. 6 കളേഴ്സും അതുപോലെ എല്ലാത്തിലും 2 എണ്ണം വീതം ഉണ്ട്. കണ്ടോ, ഇതിന് 20 റുപ്പീസാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഫുൾ ബോർഡിനായിട്ട് 20 റുപ്പീസാണ്. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എടുത്ത് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഞാൻ ഇതിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഒരെണ്ണത്തിന് 5 റുപ്പീസായിരുന്നു. ഞാൻ നോക്കിയാൽ ഇതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നത് കാണിച്ചു തരാം. ഉണ്ടോ, ഇതുപോലത്തെ ഈ കളേഴ്സിലൊക്കെ 2 എണ്ണം വീതം ഉണ്ട്. കണ്ടോ, അങ്ങനെ ഇത് കണ്ടോ, 6 കളേഴ്സ്. ഇതും ഇനിയിപ്പോൾ കോംസ് ഒന്നും നമുക്ക് വെട്ടി പറ്റില്ലല്ലോ. എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്ക് ബാഗിലോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗിലോ ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റും. എൻ്റെ പിന്നെ പ്രധാന ഹോബി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നതിനൊക്കെ മേടിക്കുമ്പോൾ കൊണ്ട് കളയുന്നതാണ് എൻ്റെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സ്ട്രാ മേടിച്ച് വെക്കാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു കുഞ്ഞു സാധനം. എന്താ ഇതേ കണ്ട, ഇതൊരു കമ്മലാണ് കേട്ടോ. ഒരു ജിമിക്കിയുടെ കമ്മലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതിന് 20 രൂപയാണ് വരുന്നത്. ഇതിൽ ഇതാണ്ട് ഈ ഒരു ജിമിക്കി കമ്മലുണ്ട്. അടിപൊളിയായിട്ട് 20 റുപ്പീസ് വരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ എന്തൊരു ഓർണമെൻറ്റ് നമ്മൾ അങ്ങനെ ഫാൻസിലൊക്കെ കയറുമ്പോഴും കൂടുതലായിട്ട് ഓർണമെൻറ്റ്സ് മേടിക്കുന്നത് ഈ ഒരു കമ്മലാണ്. അപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയ ടൈം എന്ന് പറയുന്നത് ഒരു ഉച്ച സമയമായിരുന്നു. പക്ഷെ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നേരമൊന്നും നിൽക്കാൻ പറ്റിയില്ല. ഒത്തിരി ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട്, അവിടെ ഇങ്ങനെ കടയുടെ മുമ്പിലേക്ക് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ മേടിക്കാൻ നടന്ന് പോകുമായിരുന്നു കേട്ടോ. അതായിരുന്നു ഞങ്ങൾ ഒരു കമ്മൽ മേടിച്ചുള്ളൂ. പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പം അതുള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ, അനിയൻ്റെ ഒരു ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ അവരതിൽ വേണ്ടതായിരുന്നു. ഞങ്ങൾ ഫാൻസിൽ കയറുമ്പോഴൊക്കെ അവരിങ്ങനെ നോക്കിയിരിക്കും. അപ്പം അവനൊരു ടോയ് മേടിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതിപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ചോദിച്ചത്. വേണ്ട, ഈ ടോയ് കേട്ടോ. നമ്മുടെ കണ്ടെയ്നറില്ലേ, കണ്ടെയ്നറാണ്. അതിൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതിൻ്റെ കൂടെ ഈ സ്മോൾ ടോയ്സൊക്കെ ഇതിന് 140 റുപ്പീസേ വരുന്നുള്ളൂ. വേണ്ട, ഇതുപോലെ
ഫോർ ഇതുപോലത്തെ JCBs വരുന്നുണ്ട്. വലിയൊരു കണ്ടെയ്നറുണ്ട്. ഇതേ എന്താ പോർട്ടബിൾ ആണ്. 180 ഡിഗ്രി പോർട്ടബിൾ. അതെ, നമുക്കിതൊന്ന് കയറ്റി വെച്ചേക്കാം. സംഭവം ചോദിക്കണേ നമുക്ക് കഴിച്ചേക്കണം. ആദ്യം ഇത് കയറ്റണം, എന്നിട്ട് ഇതിങ്ങനെ വെക്കണം. അതെ, ഇതേ ഇങ്ങനൊരു ഇതാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കാണാൻ ഞാൻ ആദ്യം കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ആദ്യം അങ്ങനെ കവറിൻ്റെ ഉള്ളിലായിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവരാണ് മേടിച്ചത്, അനിയനാണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പുറത്തിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങനെ. ഇതിപ്പം ഇതിൻ്റെ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 180 റുപ്പീസാണ് വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവന് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അടുത്തെങ്ങാണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ. അന്ന് അവർ പറഞ്ഞത് 300 സംതിങ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും നല്ല സാധനങ്ങളാണ്. നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ. ഇനി ഇതൊക്കെ ഒന്ന് കവറിലേക്ക് തിരിച്ചെടുത്ത് വെക്കട്ടെ, ഇനി അടുത്ത സാധനം വരാനുണ്ട്. അതുപോലെ ഞങ്ങൾ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഒന്നും മേടിച്ചില്ല, കുറച്ചേ ഉള്ളൂ. എല്ലാവരും ടയേർഡായി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആഫ്റ്റർനൂൺ ടൈം ആയിരുന്നു. സോ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. ഞാനതൊക്കെ കാണിച്ചു തരാം. അതെ, ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇതുണ്ടോ, മാർസിൻ്റെ ലിപ് ലൈനറും അതുപോലെ ലിപ്സ്റ്റിക്കും ഒക്കെയാണ്. ഇത് അവർ അവിടെ നമ്മൾ ടെസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് കളറാണ് എങ്ങനെ വരുന്നത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു കളർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഈ ഒരു പെന്നിൻ്റെ ഈ ഒരു കളർ വരുന്നുണ്ടല്ലോ അത് തന്നെ ആയിരിക്കും ലിപ് ലൈനർ, സാധാരണ അങ്ങനെയാണല്ലോ വരാറ്. സോ അതുപോലെയാണെന്ന് വിചാരിച്ച് എടുത്ത് നോക്കിയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഇത് യൂസ് ചെയ്ത് നോക്കുന്നത്. പക്ഷേ വീട്ടിൽ വന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പം കളറ് ഭയങ്കര ബോറാണ് കേട്ടോ. ഇത് ബ്രാൻഡൊക്കെ നല്ല ബ്രാൻഡാണ്, നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല വിലക്കുറവൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ മാർസിൻ്റെ ലിപ് ലൈനറും അതുപോലെ ഐബ്രോ അതൊക്കെ ഉണ്ട് വരുന്നത്. ഐബ്രോ നല്ലതാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൽ നമുക്ക് ഐബ്രോയും ഉണ്ട്, അത് ഇതാക്കാനുള്ള ഈ സാധനമുണ്ട്. സോ ഇത് മാർസിനാണ് വരുന്നത്. സാധാരണ നല്ല വില കൂടുതലാവും ഈ ഒരു മാർസിൻ്റെ ഒക്കെ വരുമ്പോൾ, പക്ഷെ അവിടെ നല്ല വിലക്കുറവുണ്ട്. പിന്നെ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കാണ് ഞങ്ങൾക്ക് പാളിപ്പോയത് കേട്ടോ. ഇതിന് 20 രൂപ എങ്ങാണ്ടും വരുന്നുള്ളൂ തോന്നുന്നു. അപ്പം ഈ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കുമാണ് ഞങ്ങൾക്ക് പാളിപ്പോയത്. നല്ല ലിപ്സ്റ്റിക്കാണ് ഇത്, നോക്കിയാൽ ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല റേറ്റുള്ളതാണ്. പക്ഷെ അവിടെ റേറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഞാനിവിടെ വന്നിട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു, വ്ലോഗ്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാനുള്ളതാണ്. സോ അതിൽ ഞാൻ ഈ ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും യൂസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെടുത്തപ്പോഴത്തേക്കും ഒരു ഓറഞ്ച് കളറായിരുന്നു ലിപ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് കഴിയാനായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പുതിയത് മേടിച്ച്, ഇനി വീണ്ടും മേടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മസ്കാര ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം വീണ്ടും അത് മേടിക്കുന്നത്. ഇത് കണ്ട, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഐബ്രോ ഞാൻ യൂസ് ചെയ്തു, അത് നല്ല സാധനമാണ്, നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അവരവിടെ ടെസ്റ്റർ വെക്കാത്തത് കൊണ്ടാണ് നമുക്കത് പാളിപ്പോയത് കേട്ടോ. ടെസ്റ്റർ വെച്ചിരുന്നെങ്കിൽ. സോ ഇനി മേക്കപ്പ് പ്രൊഡക്ട്സ് ആയിട്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനിയിപ്പം പാത്രങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് നിർത്തും. പാത്രങ്ങൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ അനിയനുണ്ടല്ലോ. ഇവിടെ ഓൾറെഡി പാത്രങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിച്ച പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇവനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൊണ്ട് കളയുമ്പം ഇന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ പാത്രം കാണില്ല, അത് സ്കൂളിലായിരിക്കും. പിന്നെ അത് പൊടി ഞാൻ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവനൊരു എക്സ്ട്രാ പാത്രം ഞങ്ങൾ മേടിച്ചതാണ്, അവിടെ കണ്ടപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ 2 പാത്രങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ 2 പാത്രങ്ങളും അതുപോലെ ഇതുപോലത്തെ കറിപ്പാത്രം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേട്ടോ. കണ്ടോ, ഈ പാത്രമൊക്കെയാണ് വരുന്നത്. സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം മേടിച്ചുള്ളത് സ്റ്റീലിൻ്റെ ആണ്. ഞാൻ തുറന്ന് കാണിക്കാം. അങ്ങനെ ഈ ഒരു പാത്രത്തിന് വരുന്നത് 80 റുപ്പീസാട്ടോ വരുന്നത്.
അപ്പം ഞങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാഷ് കൊടുക്കാൻ നേരത്ത് അവർ ബില്ല് തന്നിട്ട് നോക്കുമ്പം അവർക്ക് തെറ്റിയതാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല, അതോ റിയൽ ആയിട്ടുള്ളതാണോ എന്നൊന്നും അറിയില്ല. ഈ ഒരു ചോറിൻ്റെ പാത്രത്തിന് 80 രൂപയാണ് വരുന്നത് ഒരെണ്ണത്തിന്. സോ ഈ ഒരു ചെറിയ പാത്രത്തിനും 80 റുപ്പീസാണ് വരുന്നത്. അവർക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല. ഇത് കണ്ടോ വരുന്നത്. പക്ഷെ അവർ എന്താ ഇപ്പോൾ ഇത് 80 റുപ്പീസ് അങ്ങനെയാണ് അവർ തന്നത്, ബില്ല് ചെയ്തത്. പിന്നെ ഞങ്ങൾ അപ്പം പറയാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ബില്ല് മേടിച്ചിട്ട് ഞങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് ക്യാഷൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് എന്താ അപ്പോൾ ഇത്ര റേറ്റ് ആയതെന്ന് വെച്ച് നോക്കുമ്പോഴാണ് ഇത് അറിയുന്നത് 80 റുപ്പീസാണ് ഈ ഒരു പാത്രത്തിൽ നിന്ന്. സോ പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ചു പോയതില്ല. വേഗം വണ്ടിയിൽ കയറാൻ ഇതൊക്കെയായിരുന്നു അപ്പൂന്. അവരിങ്ങനെ എന്താ ചൂടത്ത് നടക്കുക വേണം, ആ ഒരു സാധനം വേണം, എന്നാൽ നടക്കാനും വയ്യ. അങ്ങനത്തെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതൊക്കെയായിരുന്നു വേണ്ട സാധനങ്ങളൊക്കെ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു സാധനം കൂടി ഉണ്ട്. അതിന് മുമ്പ് അത് മാറ്റി വയ്ക്കാം. മനസ്സിലാം ക്യൂട്ടായിട്ടുള്ള സാധനം അല്ല, ബാഗിൽ സ്പോഞ്ചിലോട്ടിട്ട് നല്ല മറ്റേ സ്കുഷി മാറിയായിരുന്നു കേട്ടോ. വളരെ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെതല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അതെ കണ്ട ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നും. നല്ല മീൻസ് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കണ്ട നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഇതിനാകെ ഇത് 300 റുപ്പീസ് വരുന്നുള്ളൂ. ഇത് ഞങ്ങൾ റൂം എടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കടയായിരുന്നു. അതുകൊണ്ട് തന്നെ സെലക്ഷൻ നല്ലപോലെ കിട്ടി. അതുകൊണ്ട് സമയം എടുത്തിട്ടാണ് ഞങ്ങളിത് കണ്ടുപിടിച്ചത്. അല്ല നല്ല രസമുള്ള ബാഗാണല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹാൻഡ് ബാഗൊക്കെ ആയിട്ട് ഒരു ബാഗാണ്. ഇതിങ്ങനെ ഇവിടെ കവറുണ്ട്. വേണ്ട നല്ല ക്വാളിറ്റി ഉണ്ട്, കണ്ടില്ലേ? കണ്ടാൽ അറിയാം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബാഗും കാര്യങ്ങളും എല്ലാം അത് നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ കോയമ്പത്തൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പായിട്ട് നമുക്ക് പോകും. ഈ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ അവിടെ പോകുന്ന വഴിക്കൊക്കെ നമുക്കൊരു ട്രിപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. സോ നമുക്ക് ട്രിപ്പായിട്ടും പോകാം, ഇതൊക്കെ സാധനങ്ങൾ മേടിക്കാനായിട്ടും പോകാം. സോ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പോയപ്പം അവിടുന്ന് ഞാൻ CBSE ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടുന്ന് നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ചതാണ്. സോ ഇനിയിപ്പോൾ എനിക്കത് മേടിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തു. സോ എനിക്ക് അവിടെ നിന്ന് സാധനങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ആവശ്യം ഉണ്ടായത് ഇതാണ്, ഇത് ഞാൻ ഇങ്ങനെ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ പോവുകയാണെങ്കിൽ നല്ല ലോ റേറ്റിൽ നമുക്ക് എല്ലാതും പർച്ചേസ് ചെയ്യാൻ നല്ലതാണ്. നല്ല ഓഫറിൽ നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും നല്ല ഓഫറിൽ അവിടെ കിട്ടുകയും ചെയ്യും. നല്ല രസമുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും ഷെയറും ഒക്കെ ചെയ്യണം. സോ ബൈ ബൈ, സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. പിന്നെ ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട്. ബാക്ക് ടു സ്കൂൾ വരുന്നുണ്ട്, പിന്നെ ഞാൻ കോയമ്പത്തൂർ പോയതുണ്ട്, മേടിക്കുന്നതുണ്ട്, അതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി, അടുത്ത പ്രാവശ്യം പറയും. എല്ലാവരും ഒരുപാട് വീഡിയോസൊക്കെ വരാൻ കിടക്കുന്നുണ്ട്, എല്ലാവരും കാണണം. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.